നമസ്കാരം. USA വീക്ക്ലി ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ത്യയുടെ 66ാമത് സ്വാതന്ത്ര്യദിനം അമേരിക്കയിലെ വിവിധ നഗരങ്ങളിൽ ആഘോഷപൂർവ്വം നടത്തുകയുണ്ടായി. ന്യൂയോർക്കിൽ നടന്ന സ്വാതന്ത്ര്യദിന പരേഡിൽ 1 ലക്ഷത്തിൽ പരം ഇന്ത്യക്കാർ പങ്കെടുത്തു. ന്യൂയോർക്ക് കോൺസുലർ ജനറൽ പ്രഭുദയാൽ, കേരള MLA സണ്ണി ജോസഫ്, മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് ക്യാപ്റ്റൻ അനിൽ കുംബ്ലെ, ന്യൂയോർക്ക് സിറ്റി കൌൺസിൽ സ്പീക്കർ ക്രിസ്റ്റീന ബെങ്ക്വിൻ, ന്യൂയോർക്ക് അസംബ്ലി സെനറ്റർ ഗ്രേസ് മെങ് എന്നിവർ വിശിഷ്ട അതിഥികളായിരുന്നു. പ്രമുഖ ഇന്ത്യൻ സംഘടനകളും മലയാളി സംഘടനകളായ ഫോമ, ഫൊക്കാന, മലയാളി ഡോക്ടേഴ്സ് അസോസിയേഷൻ, IPCNA കൂടാതെ വിവിധ സാമുദായിക സംഘടനകളും സ്വാതന്ത്ര്യ ദിന പരേഡിൽ പങ്കെടുത്തു. Thank you very much. Lovely to see all of you. It's been a great day. And I hope to see you soon. Thank you. Bye-bye. US കോൺഗ്രസിലേക്കുള്ള തിരഞ്ഞെടുപ്പിന് 90 ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ഇന്ത്യൻ വംശജരായ 5 പേർ മത്സര രംഗത്ത് സ്ഥാനമുറപ്പിച്ചു. 25-കാരനായ രഞ്ജിത്ത് റിക്കി ഗില്ലാണ് ഇവരിൽ ശ്രദ്ധേയൻ. കാലിഫോർണിയയിൽ നിന്ന് റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന രഞ്ജിത്താണ് ഈ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ സ്ഥാനാർത്ഥി. കാലിഫോർണിയയിൽ നിന്ന് അമി ബേറ, ന്യൂജേഴ്സിയിൽ നിന്ന് ഉപേന്ദ്ര ചവക്കുള, പെൻസിൽവേനിയയിൽ നിന്ന് മനൻ ത്രിവേദി, മിഷിഗണിൽ നിന്ന് സായദ് താജ് എന്നിവരാണ് ഡെമോക്രാറ്റിക് പാർട്ടി ടിക്കറ്റിൽ മത്സരിക്കുന്ന മറ്റ് ഇന്ത്യൻ വംശജർ. ഇവരിൽ ചിലരെങ്കിലും ജയിക്കുമെന്നാണ് പ്രതീക്ഷ. ഇത് യഥാർത്ഥമായാൽ ദിലീപ് സിംഗിനും ബോബി ജിൻഡാലിനും പിന്നാലെ കൂടുതൽ ഇന്ത്യൻ വംശജർ US കോൺഗ്രസിൽ അംഗങ്ങളാവും. പ്രസിദ്ധമായ അഗസ്റ്റ നാഷണൽ ഗോൾഫ് ക്ലബിന്റെ 80 വർഷത്തെ ചരിത്രത്തിൽ ആദ്യമായി വനിതകൾക്ക് അംഗത്വം നൽകാൻ തീരുമാനിച്ചു. മുൻ US സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് കോണ്ടലീസ റൈസ്, വ്യവസായിയായ ഡാർലെ മോർ എന്നീ വനിതകളാണ് ക്ലബിൽ അംഗത്വം നേടുന്ന ആദ്യത്തെ വനിതകൾ. അമേരിക്കയിലെ നിരവധി വനിതാ സംഘടനകൾ നിരന്തരമായി നടത്തിയ ശ്രമങ്ങൾക്കൊടുവിലാണ് പുരുഷന്മാർക്ക് മാത്രമായുള്ള ഈ ക്ലബിന്റെ ഭരണഘടനയിൽ മാറ്റം വരുത്താൻ നേതൃത്വം തീരുമാനിച്ചത്. കഴിഞ്ഞ വർഷത്തെ മാസ്റ്റേഴ്സ് ഗോൾഫ് മത്സരത്തിന്റെ സ്പോൺസറായിരുന്ന IBM കമ്പനിയുടെ വനിതാ CEO വിർജീനിയ റൊമേറോയ്ക്ക് വനിത ആയതുകൊണ്ട് മാത്രം അംഗത്വം നിഷേധിച്ചത് വലിയ വിവാദങ്ങൾക്ക് കാരണമായി. 1934 മുതൽ പ്രശസ്തമായ മാസ്റ്റേഴ്സ് ഗോൾഫ് മത്സരങ്ങൾക്ക് അഗസ്റ്റ നാഷണൽ ഗോൾഫ് ക്ലബാണ് ആതിഥേയത്വം വഹിക്കുന്നത്.
അമേരിക്കയിലെ പ്രമുഖ വയർലെസ് കമ്പനികളായ AT&Tയും വെറൈസനും തങ്ങളുടെ നിരക്കുകൾ കൂട്ടുമ്പോൾ T-Mobileഉം മെട്രോ PCയും നിരക്കുകൾ കുറയ്ക്കുന്നു. സെപ്റ്റംബർ 5 മുതൽ T-Mobile ഉപഭോക്താക്കൾക്ക് $90 കൊടുത്താൽ അൺലിമിറ്റഡ് ടോക്ക്, ടെക്സ്റ്റ് ഡാറ്റ പ്ലാൻ ലഭ്യമാക്കുന്നു. T-Mobile നിരക്ക് ഇപ്പോൾ സ്പ്രിന്റ് വയർലെസ് കമ്പനിയുടെ ഇതേ പ്ലാനിനുള്ള നിരക്കിനേക്കാൾ $20 കുറവാണ്. AT&Tയും വെറൈസനും അവരുടെ അൺലിമിറ്റഡ് ഡാറ്റ പ്ലാൻ നേരത്തെ നിർത്തൽ ചെയ്തിരുന്നു. പുതിയ ഉപഭോക്താക്കളെ ലഭിക്കുക ബുദ്ധിമുട്ടായ സാഹചര്യത്തിൽ കമ്പനികൾ വിഭിന്നമായ പദ്ധതികൾ നൽകി ഉപഭോക്താക്കളെ ആകർഷിക്കുവാൻ മത്സരിക്കുകയാണ്. പ്രമുഖ ഔഷധ നിർമ്മാണ കമ്പനിയായ നൊവാർട്ടിസും ഇന്ത്യൻ പേറ്റന്റ് ഓഫീസും തമ്മിലുള്ള കേസ് വിസ്താരം സെപ്റ്റംബർ 11 മുതൽ ഇന്ത്യൻ സുപ്രീം കോടതിയിൽ വിചാരണയ്ക്ക് വരുന്നു. നൊവാർട്ടിസിന്റെ ക്യാൻസറിനുള്ള മരുന്നായ ഗ്ലിവേക്കിനുള്ള പേറ്റന്റ് റൈറ്റ് അപേക്ഷ ഇന്ത്യൻ പേറ്റന്റ് ഓഫീസ് തള്ളിക്കളഞ്ഞിരുന്നു. ഗ്ലിവേക്കിന്റെ തന്മാത്ര പുതിയതായി കണ്ടുപിടിക്കപ്പെട്ടതല്ലെന്നും അറിയപ്പെടുന്ന പദാർത്ഥത്തിന്റെ വേറൊരു പതിപ്പാണെന്നും സമർത്ഥിച്ചാണ് ഈ മരുന്നിന്റെ പേറ്റന്റ് നിഷേധിച്ചത്. ഇതേപോലെ തന്നെ ബേയേഴ്സ് മരുന്ന് കമ്പനിയുടെ ക്യാൻസർ മരുന്നായ നെക്സവറിനും ഇന്ത്യയിൽ പേറ്റന്റ് റൈറ്റ് കൊടുത്തിട്ടില്ല. സാഹിത്യ ചോരണം നടത്തി എന്നതിന്റെ പേരിൽ പ്രമുഖ മാധ്യമ പ്രവർത്തകനായ ഫരീദ് സക്കറിയയ്ക്ക് ടൈം മാഗസിനും CNN ചാനലിലും ഏർപ്പെടുത്തിയ വിലക്ക് പിൻവലിച്ചു. ടൈം മാഗസിനിൽ ആയുധ നിയന്ത്രണത്തെപ്പറ്റി എഴുതിയ ലേഖനം ന്യൂയോർക്കർ മാഗസിനിൽ നിന്നും പകർത്തിയതാണെന്ന് തെളിഞ്ഞതോടെയാണ് ഇദ്ദേഹത്തിനെതിരെ നടപടിയെടുത്തത്. ഇത് അംഗീകരിച്ച് സക്കറിയസ് മാപ്പ് പറഞ്ഞിരുന്നു. CNN-നും ടൈം മാഗസിനും ഇറക്കിയ പത്രക്കുറിപ്പുകളിൽ സക്കറിയയുടെ തെറ്റ് മാധ്യമപ്രവർത്തകർക്ക് സംഭവിച്ചേക്കാവുന്ന വീഴ്ചയാണെന്നും മനഃപൂർവ്വം ചെയ്തതല്ലെന്നും അതിനാൽ വിലക്ക് പിൻവലിച്ചതായും അറിയിച്ചു. ശ്രീലങ്കൻ തമിഴ് വംശജയും കാനഡ MPയും മനുഷ്യാവകാശ പ്രവർത്തകയുമായ രാധിക സിൽസബൈസിന് VK കൃഷ്ണമേനോൻ പുരസ്കാരം ലഭിക്കുകയുണ്ടായി. ലണ്ടൻ ആസ്ഥാനമായ VK കൃഷ്ണമേനോൻ ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ഏഷ്യയിലെ വിവിധ മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുള്ള വ്യക്തികളെ പുരസ്കാരത്തിന് തിരഞ്ഞെടുക്കുന്നത്. ശ്രീലങ്കയിലെ ജാഫ്നയിൽ ജനിച്ച രാധിക 5-ാം വയസ്സിൽ കാനഡയിലേക്ക് കുടിയേറിയെങ്കിലും തമിഴർക്കെതിരായ ശ്രീലങ്കൻ സർക്കാരിന്റെ മനുഷ്യാവകാശ ലംഘനങ്ങൾക്കെതിരെ അവർ പ്രവർത്തിച്ചു. കാനഡയിലെ ഫെഡറൽ പാർലമെന്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട പ്രായം കുറഞ്ഞ അംഗമാണ് 31-കാരിയായ രാധിക. വിസ്കോൺസിനിലെ ഗുരുദ്വാരയിൽ വെച്ച് നടന്ന വെടിവയ്പിൽ കൊല്ലപ്പെട്ടവർക്കു വേണ്ടി ഹിന്ദു ടെമ്പിൾ ഓഫ് ട്രൈ സ്റ്റേറ്റിന്റെ നേതൃത്വത്തിൽ അനുശോചന സമ്മേളനം നടത്തുകയുണ്ടായി. റോയൽ പാലസ് റെസ്റ്റോറന്റിൽ വെച്ച് നടന്ന അനുസ്മരണ ചടങ്ങിന് ഹിന്ദു ടെമ്പിൾ ഓഫ് ട്രൈ സ്റ്റേറ്റ് പ്രസിഡന്റ് ശ്രീ ജ്യോതിൻ താസ്കർ നേതൃത്വം നൽകി. To mourn the tragic loss of innocent lives. Many people who look at Indians see us as a conglomeration of different communities. One might almost say different ethnicities, because we're all so very different in many ways, all under one roof. We hold on tightly to our individual cultural heritage, but just like a family, when one of us is attacked in any way, we unite with a ferocious bond that has defeated even the mightiest of empires. This all stems from an excuse that 9/11 is the prime reason given for this mistaken behavior. Not everybody walking the streets who look different are terrorists. We should understand that, and that is the education we have to give to everybody in the best way we can. There are lots of government programs, but perhaps one insensitivity needs life now. This is how we come together today. As we mourn together, I urge all the community leaders and dignitaries of New York to take this charge and lead New York to the forefront of ending this senseless violence. New York is a great state, and I would really urge you to take a very proactive measure to make sure that this senseless kind of violence doesn't happen here in our home. We all kind of agree that we must end this violence, but what does that really mean? Greetings of peace from the Brahma Kumaris, and I'm just going to give a little commentary meditation. Jai
പുതുതായി ചുമതലയേറ്റ ഫോമ നേതാക്കളുടെ ആദ്യ പത്രസമ്മേളനം ന്യൂയോർക്ക് ടേസ്റ്റ് ഓഫ് കൊച്ചിൻ റെസ്റ്റോറന്റിൽ വെച്ച് നടക്കുകയുണ്ടായി. ഫോമ പ്രസിഡന്റ് ജോർജ് മാത്യു, വൈസ് പ്രസിഡന്റ് രാജു ഫിലിപ്പ്, മുൻ പ്രസിഡന്റ് ബേബി ഊരാളിൽ, എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്ത് സംഘടനയുടെ ഭാവി പ്രവർത്തനങ്ങളെപ്പറ്റി വിശദീകരിച്ചു. ഇന്ത്യ പ്രസ് ക്ലബ് ഓഫ് നോർത്ത് അമേരിക്ക ന്യൂയോർക്ക് ചാപ്റ്റർ പ്രതിനിധികളായ ജോസ് കടാപ്പുറം, സജി ജോർജ്, ജോർജ് ജോസഫ്, ജോർജ് തുമ്പയിൽ, സുനിൽ ട്രൈസ്റ്റാർ, ജെ മാത്യൂസ് തുടങ്ങിയ മാധ്യമപ്രവർത്തകർ പത്രസമ്മേളനത്തിൽ പങ്കെടുത്തു. പുതിയ ഭാരവാഹികൾക്ക് പ്രത്യേക അഭിനന്ദനങ്ങൾ. തീർച്ചയായിട്ടും നിങ്ങൾ ഒന്നിനൊന്നിന് കൂടുതൽ നന്നായി ശക്തിയായി പ്രവർത്തിച്ച് ഫോമയെ മറ്റൊരു നിലയിലേക്ക് എത്തിക്കും എന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവുമില്ല. കാരണം പരിചയസമ്പന്നരായ ആളുകളുടെ കൈകളിലാണ് ഫോമ ഇന്ന്. സ്വാഗത പ്രസംഗം പറഞ്ഞതുപോലെ മറ്റ് സംഘടനകളുടെ ഭാരവാഹിത്വവും ഭംഗിയായി നിർവഹിച്ച പാരമ്പര്യം ജോർജ് മാത്യുവിനുണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും പ്രവർത്തന പാരമ്പര്യത്തിൽ യാതൊരു കുറവും ഉണ്ടാകുകയില്ല. ഈ സമയത്ത് എനിക്ക് പ്രത്യേകം പറയാനുള്ളത്, പ്രസ് ക്ലബിനോടും അമേരിക്കയിലെ പ്രസ്സുകാരോടും ഒരു പ്രത്യേക നന്ദി പറയാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കും. കാരണം ഫോമയെ ഇത്രയധികം വളർത്തിയത് മുഖ്യമായും മാധ്യമ പ്രവർത്തകരാണ് എന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയമില്ല. ഫോമ എന്ന സംഘടന ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയൊരു സെക്യുലർ സംഘടനയാണ്. ഈ സംഘടന ഈ രീതിയിൽ വളരാനുള്ള കാരണം അതിൻ്റെ ഏറ്റവും കൂടുതൽ ഉത്തരവാദിത്വം ഇവിടുത്തെ മാധ്യമങ്ങൾക്കാണ്. അത് ഈ അവസരത്തിൽ ഞാൻ റെക്കഗ്നൈസ് ചെയ്യുന്നു. അതുകൊണ്ടാണ് പ്രധാനമായിട്ടും ഈ ന്യൂസ് കോൺഫറൻസ് ഇവിടെ നടക്കുന്നത്. ഇനി ഞങ്ങൾ ഇതിനോടിടയ്ക്ക് 2-3 കമ്മിറ്റികൾ കൂടുകയും പല കാര്യങ്ങൾ ചർച്ച ചെയ്യുകയും അത്യാവശ്യം വേണ്ട കാര്യങ്ങൾ ചില തീരുമാനങ്ങൾ എടുക്കുകയും ചെയ്തിട്ടുണ്ട്. അതിൽ പ്രധാനമായിട്ടും ഇമ്മീഡിയറ്റ് ആയിട്ട് ചെയ്യേണ്ട ഒരു കാര്യം ഞങ്ങൾ ചിന്തിച്ചപ്പോൾ ദിവ്യകാരുണ്യ പ്രവർത്തനത്തിലൂടെ നമുക്ക് ഒരു തുടക്കം കുറിക്കാൻ സാധിച്ചാൽ നമ്മുടെ സംഘടന തീർച്ചയായിട്ടും മറ്റൊരു ലെവലിലേക്ക് ഉയരും എന്നുള്ള ആ ഒരു തീരുമാനം കൊണ്ട് കോട്ടയത്ത് വെച്ച് നമ്മുടെ വൈസ് പ്രസിഡന്റ് ക്യാപ്റ്റൻ രാജുവിൻ്റെ നേതൃത്വത്തിൽ ഒരു 100 തയ്യൽ മെഷീനുകൾ സെപ്റ്റംബർ 7-ാം തീയതി പാവപ്പെട്ടവർക്ക് വിതരണം ചെയ്യും. ഈ അടുത്തു വരുന്ന ജാനുവരി 11-ാം തീയതി കേരള കൺവെൻഷൻ ഫോമയുടെ നേതൃത്വത്തിൽ ല മെറിഡിയനിൽ വെച്ച് നടക്കും. ഇത്തവണ നാം ചെയ്യാൻ പോകുന്നത് ഒരു ബിസിനസ് സമ്മിറ്റാണ് അവിടെ നടത്തുന്നത്. അന്ന് തന്നെ നമുക്ക് ബ്രിഡ്ജിങ് ഓഫ് ദ മൈൻഡ്സ്, അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, കഴിഞ്ഞ കമ്മിറ്റിയുടെ ഏറ്റവും വിജയിച്ച ഒരു പരിപാടിയാണ്. ആ പരിപാടിയും അവിടെ ഉണ്ടായിരിക്കും. നമ്മുടെ പ്രൊഫഷണൽസിനെ എല്ലാം ഒരുമിച്ച് കൂട്ടിക്കൊണ്ടുള്ള ആ പരിപാടി അവിടെ നടത്തിയിരിക്കും. മുഖ്യധാര രാഷ്ട്രീയത്തിലേക്ക് കടന്നു വരാൻ താല്പര്യമുള്ളവരെ പ്രോത്സാഹിപ്പിക്കുകയും രാഷ്ട്രീയ ശില്പശാലകൾ സംഘടിപ്പിക്കുകയും ചെയ്യും. വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പുകൾ നൽകും. കഴിഞ്ഞ കമ്മിറ്റി എസ്റ്റാബ്ലിഷ് ചെയ്താണ് ഫോമ ഹെൽപ്പ് ലൈൻ. അത് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഡോണർ, അതായത് സംഭാവന ചെയ്യുന്നയാൾ ആവശ്യപ്പെടുന്ന എന്ത് കാര്യങ്ങളാണോ അതിലേക്കായിരിക്കും അതിൻ്റെ ഫണ്ട്സ് യൂസ് ചെയ്യുന്നത്. ഫോമ ഹെൽപ്പ് ലൈൻ ഒന്ന് എക്സ്പാൻഡ് ചെയ്യാൻ താല്പര്യമുണ്ട്. എക്സ്പാൻഡ് ചെയ്യുമ്പോൾ ഞാൻ ചിന്തിക്കുന്ന ഒരു കാര്യം, ഇവിടെ ഒരു ബിസിനസ് കൺസൾട്ടിങ് ഒരു കൺസൾട്ടിങ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് നമുക്കൊരു വെബ് സെമിനാറുകൾ വെബിലൂടെ ആൾക്കാർക്ക് ഒരു ബിസിനസ് എങ്ങനെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും, ഏതാണ് അതിൻ്റെ വെഹിക്കിൾ, തിരഞ്ഞെടുക്കേണ്ട വെഹിക്കിൾ, എങ്ങനെയാണ് നിങ്ങൾക്ക് ഫൈനാൻസിങ് കാര്യങ്ങൾ, ഏത് തരത്തിലുള്ള ബിസിനസ്സാണ്, അതിൻ്റെ എക്സ്പെർട്ടീസായ ആൾക്കാരെ കണ്ടുപിടിച്ച്. കാരണം ആൾക്കാർ പെട്ടെന്ന് ഒരു ബിസിനസ്സിൽ ചെന്ന് കഴിഞ്ഞിട്ട് അത് ചെന്ന് ചാടി കഴിഞ്ഞിട്ടാണ് മനസ്സിലാകുന്നത് എന്തുമാത്രം അതിനായിട്ടുള്ള ഭവിഷ്യത്തുകളും ബുദ്ധിമുട്ടുകളും ഒന്നും പഠിക്കാതെ ചാടുകയാണ്. അപ്പോൾ അതിനൊരു ട്രെയിനിങ് കൊടുക്കാനുള്ള സൗകര്യം ചെയ്യാൻ പറ്റുമെങ്കിൽ അത് ചെയ്തു കൊടുക്കുക. ഇതുകൂടാണ്ട് കൗൺസിലിങ്ങിന് ഒരു ഗ്രൂപ്പ്, അത് ഇത്തവണ ഈ 2 വർഷം കൊണ്ട് റീജിയണലായിട്ട് ബ്യൂട്ടി പാനൽസ് നടത്തും, സാഹിത്യ മത്സരം നടത്തും, പ്രസംഗ മത്സരം നടത്തും, പല പരിപാടികൾ നടത്തിയിട്ട് അതായത് ഇവിടുത്തെ NBA പോലെയും ബേസ്ബോൾ പോലെയും എല്ലാ റീജിയനും തമ്മിൽ കോമ്പറ്റീഷൻ ഉണ്ടായതിനു ശേഷം ഒരു ഏറ്റവും അവസാനം യോഗ്യതയുള്ള ടാലന്റായ ആൾക്കാരെ ഇവിടെ കണ്ടിട്ടുണ്ടെങ്കിൽ മത്സരിക്കാൻ വിട്ടുകിട്ടുന്നതാണ് പ്രസിഡന്റിന്റെ ആഗ്രഹം. വളരെയധികം മാനിക്കുന്നു. തീർച്ചയായും ചില പരിമിതികൾ
നമ്മുടെ ഷിപ്പിൽ നടന്നതായ കൺവെൻഷൻ ഉണ്ടായിരുന്നു. അത് മനഃപൂർവ്വമല്ല എങ്കിലും അതിനുണ്ടായതായ പോരായ്മകൾ യാതൊരു കാരണവശാലും വരും കൺവെൻഷനുകൾ ഉണ്ടാകാൻ ഇടയാകാതെ വണ്ണം വളരെ താഴെ തട്ടിൽ തൊട്ട് തന്നെ ഞങ്ങൾ മാറ്റുരച്ച് വളരെ പ്രതിഭയുള്ള കലാതിലകങ്ങളെ വാർത്തെടുക്കുവാനായിട്ട് ഫോമ ശ്രദ്ധിക്കുമെന്നുള്ളതിന് യാതൊരു സംശയമില്ല. അത് ഈ 2014 നടക്കുന്ന കൺവെൻഷനിൽ നിങ്ങൾക്ക് പത്രമാധ്യമ പ്രവർത്തകർക്ക് അത് കാണുവാനും വളരെയധികം നിങ്ങൾക്ക് എഴുതുവാനും തക്കവണ്ണം ഞങ്ങൾ അതിന് സംവിധാനം ഒരുക്കിയിരിക്കുന്നുണ്ട്. ഈ പ്രാവശ്യം ഈ മീറ്റിംഗിൽ വെച്ച് ഞങ്ങൾ വാക്കുന്നു. അതിന്റെ നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ്. ഏത് മാനദണ്ഡത്തിൽ കൂടെ നമുക്ക് ഈ സംഘടനകളെ വേർതിരിച്ചെടുക്കാനും പറ്റുമെന്നുള്ളത് സീനിയർ ആൾക്കാർ ജയമാസനെ പോലുള്ളവർ ഒന്ന് ചിന്തിക്കും. ഇവിടെ 12 തരം സംഘടനകളും നിലവിലുണ്ട്. 100% പൊക്കാനായുമായിട്ട് അഫിലിയേറ്റ് ചെയ്തിരിക്കുന്ന ഈ പ്രദേശത്ത് ഒരു സംഘടന മാത്രമേ ഉള്ളൂ, അതായത് കൾച്ചർ. അതുപോലെ തന്നെ ഇതിൻ്റെ അങ്ങേ ഭാഗത്ത് ഒരു സംഘടനയേ ഉള്ളൂ, അഡ്സൺ വാലി. ബാക്കി എല്ലാ സംഘടനകളും ഫോമയുമായിട്ട് ബന്ധമുണ്ട് എന്നുള്ളതാണ്. അതായത് 10 സംഘടന ഇന്ന് ഫോമയുമായിട്ട് ബന്ധമുണ്ട്. ഇവിടെ പല സ്റ്റേറ്റിലും ട്രാവൽ ചെയ്യുന്ന ആളാണ് ഞാൻ. മനസ്സിലാക്കിയെടുത്തോളം പലരും അവരെ സ്റ്റേറ്റ് രജിസ്റ്റർ ചെയ്തിട്ടില്ല. ഫോമായുമായിട്ടുള്ള 1 ഇയറിലെങ്കിലും രജിസ്റ്റർ ചെയ്ത ഒരു റെക്കോർഡ് വേണം. അങ്ങനെയുള്ള പലരും ഇല്ല. ഇത് ജസ്റ്റ് പേര് സംഘടനയാണ്. അതുകൊണ്ടാണ് ഫോമായിൽ നമുക്ക് മെമ്പർഷിപ്പ് അപേക്ഷിക്കാൻ പറ്റാത്തതെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. ഞാൻ പല സ്റ്റേറ്റിലും ട്രാവൽ ചെയ്തുകൊണ്ട് എനിക്ക് മനസ്സിലാക്കി. ഇതാണ് ഫോമായിൽ നമുക്ക് രജിസ്റ്റർ ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻ. ശ്രീ ജോസ് ചെരിപുറത്തിന്റെ പുതിയ കാവ്യസമാഹാരമായ നർത്തകിയുടെ പ്രകാശന കർമ്മം അക്ഷരം പത്രാധിപർ പ്രിൻസ് മാർക്കോസ് പുസ്തകത്തിന്റെ കോപ്പി ഫോം പ്രസിഡന്റ് ജോർജ് മാത്യുവിന് നൽകി നിർവഹിച്ചു. ക്വീൻസിലെ ടേസ്റ്റ് ഓഫ് കൊച്ചിൻ റെസ്റ്റോറന്റിൽ വെച്ച് നടന്ന ചടങ്ങിൽ നിരവധി പത്രമാധ്യമ പ്രവർത്തകർ പങ്കെടുത്തു. അമേരിക്കൻ ജീവിതത്തിന്റെ സ്വന്തം ജീവിത അനുഭവങ്ങളാണ് തന്റെ സ്വസിദ്ധമായ ഭാഷയിൽ നർമ്മം കൊണ്ടും അടികൊണ്ടും ജോസ് ചെറുപുറം എന്ന അമേരിക്കൻ മനുഷ്യകവി ആവിഷ്കരിച്ചിരിക്കുന്നത്. അതിൽ അദ്ദേഹം വിജയിച്ചിട്ടുമുണ്ട്. കാവ്യ നർത്തകി കവിതയാണ്. അളിയന്റെ പടവലിക്ക. ഭാഷയെ പരിപോഷിപ്പിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ എന്റർടൈൻമെന്റിന് വേണ്ടി കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ള ഇദ്ദേഹത്തെ പോലുള്ള എല്ലാവർക്കും ഞാൻ ഈ അവസരത്തിൽ കൃത്യമായി നന്ദി പറയുന്നു. ഇനിയും ഇതുപോലുള്ള പുസ്തകങ്ങൾ എഴുതുക, ഞങ്ങൾക്ക് അത് ഉപകാരപ്രദമാകും. പ്രശസ്ത ട്രാവൽ ഏജൻസിയായ റിയ ട്രാവൽസിന്റെ ഹ്യൂസ്റ്റൺ ബ്രാഞ്ചിന്റെ ഉദ്ഘാടനം റിയ ട്രാവൽസ് സിഇഒ ബെൻസൺ സാമുവൽ നിർവഹിച്ചു. ന്യൂയോർക്ക്, ഡാലസ്, ന്യൂജേഴ്സി, ഫിലാഡൽഫിയ എന്നിവിടങ്ങളിലും മറ്റ് രാജ്യങ്ങളിലുമായി 55 ബ്രാഞ്ചുകൾ റിയ ട്രാവൽസിനുണ്ട്. സിഇഒ ബെൻസൺ സാമുവൽ കമ്പനിയുടെ പ്രവർത്തനങ്ങളെപ്പറ്റി പത്രമാധ്യമ പ്രവർത്തകരോട് വിശദീകരിക്കുകയുണ്ടായി. To all our dear viewers, we are delighted today to introduce RIA into Houston. After the success of Dallas, Philadelphia, New York, and New Jersey, we are in the city of Houston to take care of all your travel needs. Thank you for all our loyal customers to be here, to support us, and we will continue to grow into other cities coming years. We want to be your local travel company. Thank you. Happy Independence Day. കൈരളി TV പ്രേക്ഷകർക്ക് റിയ ട്രാവൽസിന്റെ ഓണാശംസകൾ. USA വീക്ക്ലി ന്യൂസ് പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.